കർത്താവിന്റെ തന്നെ തിരുനാമം ഈ നല്ല വിശുദ്ധ ഞായറാഴ്ച പണിക്കാരൻ ഒരു പ്രാവശ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമാകുന്ന നല്ല വിശുദ്ധ ഞായറാഴ്ച ദൈവത്തിന്റെ സന്നിധാനം ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യ പദവിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. പകൽ നമ്മൾ വായിച്ച സംഗീതത്തിലെ ഭാഗം പുസ്തകങ്ങൾ ചിന്തിച്ച് വേഗത്തിൽ പ്രാർത്ഥിച്ചതിനനുസരിച്ച് കർത്താവ് താല്പര്യപ്പെടുന്നു. 26-ാം സംഗീതത്തിന് മുതൽ 1-ാമത്തെ വാക്യം വിശ്വാസത്തിൽ വായിക്കാം. യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. ഒരു നിമിഷം നമ്മുടെ ദൈവത്തെ സമർപ്പിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല ദൈവശക്തിയെ പിതാവ് എല്ലാ ശരീരത്തിനോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ സഭയിൽ ഈ ഞായറാഴ്ച, പ്രത്യേകിച്ച് കർത്താവെ ഈ പുതിയ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ വായിച്ച സംഗീതത്തിന്റെ ഭാഗത്ത് ദൈവത്തെ സമർപ്പിക്കുന്നു. 26-ാം സംഗീതത്തിലൂടെ പരിശുദ്ധിയാക്കുന്ന സംസാരിക്കുന്ന സഭയോടും കർത്താവെ സ്തോത്രം. ഇന്ന് ദൈവസ്ഥായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരോട് പരിശുദ്ധ വലിയ പ്രവൃത്തികളുടെ സന്തോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് എല്ലാവരും വായിക്കാൻ ദൈവത്തെ സ്തോത്രം ചെയ്താണ്. ദൈവ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാൽ കർത്താവെ ബലപ്പെടുത്തുന്നത് ശക്തീകരിക്കുന്ന അല്പസമയം ദൈവത്തിന്റെ പ്രാർത്ഥനയായിരിക്കട്ടെ. ഞങ്ങൾക്ക് ശക്തി പ്രാർത്ഥന കിട്ടുന്ന നന്ദി യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ, ആമേൻ. ശക്തിയോടെ കർത്താവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ തിരുനാമം ഈ നല്ല വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാണ്. വായിച്ച സംഗീതത്തിലെ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് തിരിക്കാം. ആമേൻ. സ്തോത്രം. സംഗീതത്തിലെ ഭാഗം 26-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു. 26-ാം സംഗീതത്തിൽ നമ്മൾ വായിച്ചു. ഈ സംഗീതത്തിന്റെ തലക്കെട്ടെ ഈ സംഗീതം എഴുതിയത് ആരാണ് അല്ലെങ്കിൽ ഇതിന്റെ ഗ്രന്ഥകാരൻ ആരെന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, സംഗീതത്തിനക്കാരനായ ദാവീദ് തന്നെയാണ് ഈ സംഗീതം എഴുതിയത്. സംഗീതം സംഗീതത്തിന്റെ പുസ്തകങ്ങളിൽ സംഗീതത്തിന് ഒരുപാട് എഴുതിയിരിക്കുന്നത് ദാവീദാണ്. പലപ്പോഴും പറയുന്നത് പോലെ ഒരു പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്, ജീവിതത്തിനകത്ത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട അവൻ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ദാവീദ് എന്ന് പറയുന്ന ഇസ്രായേലിലെ 2-ാമത്തെ രാജാവ്. താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, അനുഭവിച്ച പ്രതിസന്ധികൾ ഒന്നും ചെറുതല്ലായിരുന്നു, എല്ലാം വലുതായിരുന്നു. തന്റെ വീട്ടിനകത്ത് പോലും തനിക്ക് അർഹമായ പരിഗണനകൾ ലഭിക്കാതെ റിജക്ഷൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. എങ്കിലും ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരും അവൻ പിന്നീട് വായിച്ച ദൈവത്തെ സ്തുതിക്കുന്നവരും വനാന്തരത്തിൽ ആട് മേയ്ക്കുകയാണെങ്കിലും പരാതി കൂടാതെ ദൈവം അനുഭവിക്കുന്നവരുമായിരുന്നു അവൻ ദാവീദ്. ഇന്ന് പകൽക്കാലവും അവൻ എന്നെ കേൾക്കുന്ന മക്കളോട് പരിശുദ്ധിയാത്മാവ് ദൂത് സംസാരിക്കട്ടെ. എന്റെ ജീവിതത്തിനകത്ത് നീ എവിടെ ആയിരിക്കുന്നു എന്നതല്ല, നീ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വിഷയം. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ചില അങ്ങനത്തെ ദിവസങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ മുഴുവന് മാറ്റി മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി നടക്കുവാനൊക്കെ കൊണ്ട് അവൻ സമർപ്പിതനായ ദൈവത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സമർപ്പിതനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ ദൈവത്തിന്റെ പ്രവൃത്തി മാറ്റമില്ലാത്തതാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദാവീദിനെ പോലെ കഷ്ടത അനുഭവിച്ചവൻ, ദാവീദിനെ പോലെ അവൻ പ്രതികൂലം അനുഭവിച്ചവരാണ്. അവൻ മറ്റാരെ നമുക്ക് കാണുന്നില്ല. വലിയ പ്രതികൂലത്തിലൂടെ, വലിയ പ്രതിസന്ധിയിലൂടെ ദാവീദ് കടന്നുപോയി. ഹല്ലേലൂയ. എത്ര വലിയ പ്രതിസന്ധിയിലൂടെ ദാവീദ് കടന്നുപോയെങ്കിലും അത് നടുവിലെല്ലാം പാടുന്ന ഒരു ഹൃദയം, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഹൃദയം ദാവീദിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതം എത്ര പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയാലോ ദൈവത്തെ സ്തുതിക്കുന്നവരാണോ, ദൈവസ്ഥിതി പ്രാർത്ഥിക്കുന്നവരാണോ, നിശ്ചയം ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടയായി. ചിലപ്പോൾ ഈ സംഗീതത്തിന്റെ പുസ്തകങ്ങൾ, ഒരുപാട് സംഗീതങ്ങൾ എഴുതിയിരിക്കുന്നത് ദാവീദ് തന്റെ അനുഭവ പശ്ചാത്തലത്തിലാണ് അവൻ സംഗീതങ്ങളൊക്കെ എഴുതുവാൻ ഇടയായത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഭവങ്ങൾ മറ്റുള്ളവരെ കൈക്ക് പിടിച്ച് നടത്തുന്ന കരുത്തിന്റെ ആലോചനയായി മാറും. അങ്ങനെ മാറ്റപ്പെടുവാൻ അവൻ സംരക്ഷിതനായ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പലരും കഷ്ടത്തിലിരിക്കുമ്പോൾ, പ്രതികൂലത്തിലിരിക്കുമ്പോൾ, വേദനയിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാ ദൈവമേ ഈ ഒരു കഷ്ടത വന്നത്, എന്തുകൊണ്ടാ ദൈവം ഈ ഒരു പ്രതികൂലം വന്നത്, എന്തുകൊണ്ടാ ദൈവം ഈ ഒരു പോരാട്ടം ഉണ്ടായത് എന്ന് പറഞ്ഞ് അവൻ പലപ്പോഴും അവൻ
ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വല്ലാതെ വിഷമം അനുഭവിക്കും. പക്ഷെ ചിലർ കഷ്ടത വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ അവർ ദൈവസന്നിധിയിൽ അവൻ മുട്ടുമടക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അവർ കഷ്ടത്തിന് നടുവിൽ ദൈവസന്നിധിയിൽ നിന്ന് അവർക്ക് ദൈവം നൽകുന്ന ഓരോ വാക്കുകളും എഴുതി അവർ പാട്ടുകൾ എഴുതി അവർ സംഗീതത്താൽ അവർ ദൈവത്തെ സ്തുതിക്കും. പ്രിയരെ, വനാന്തരത്തിൽ കിടക്കുന്ന ദാവീദ് തന്റെ കഷ്ടത്തിന്റെ അനുഭവത്തിൽ ഹല്ലേലൂയ അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നവരാണ്. പാടി സ്തുതിച്ചവനെ ഇസ്രായേലിന്റെ ദൈവം, അവൻ ഇസ്രായേലിന്റെ ഭയങ്കരനായ ദൈവം, വലുതും ഭയങ്കരമായി വീര്യപ്രവൃത്തി ചെയ്യുന്ന ദൈവം. അവൻ തന്നെ ഇസ്രായേൽ പുത്രന്മാരെ കുടുംബത്തെ പ്രൊജക്ഷൻ അനുഭവിച്ച തന്നെ അവൻ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദൈവം ശമൂവേൽ മുഖാന്തരം അഭിഷേകം ചെയ്തുകൊണ്ട് വന്നു. നമ്മുടെ പ്രതിസന്ധി ഏതായാലും പ്രതികൂലം ഏതായാലും ദൈവസ്ഥിതി വിശ്വസ്തതയായിരുന്ന നമ്മെ അഭിഷേകം ചെയ്ത് നടത്തേണ്ടതിന്, നമ്മെ അഭിഷേകം ചെയ്ത് ശക്തീകരിക്കേണ്ടതിന് വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലെ ആ വിശ്വസ്തയോട് കഥാവിനെ സ്തോത്രം ചെയ്യുകയാണ്. ദാവീദ് തന്നെ സംഗീതത്തിന് എഴുതിയിരിക്കുന്ന 26:1 പറയുന്നു, യഹോവ എനിക്ക് ന്യായം പാലിച്ച് ദൈവം ന്യായം പാലിച്ചു തരുന്ന ദൈവമെന്ന് ദാവീദിന് അറിയാം. സ്തോത്രം. കാരണം ദാവീദിന്റെ ജീവിതത്തിനകത്ത് മാനുഷികമായി ലഭ്യമാകാത്ത ന്യായത്തെ അവൻ മുഴുവനും നടത്തിക്കൊടുത്തത് ആരാധന ചോദിച്ചാൽ ഹല്ലേലൂയ. അവന്റെ ബന്ധുമിത്രാദികളോ മാതാപിതാക്കളോ സഹോദര ബന്ധങ്ങളോ ഒന്നുമല്ല സ്തോത്രം തനിക്ക് ലഭ്യമാകേണ്ട ന്യായത്തെ രീതിയെ നടത്തിക്കൊടുത്തത് പിന്നെയോ താൻ സേവിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന സദർശനായ ദൈവമത്രേ സ്തോത്രം തനിക്ക് ന്യായപാലനം ചെയ്തു കൊടുത്തത് കൊണ്ട് തന്നെ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, യഹോവ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അവൻ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഒട്ടനവധി പ്രാവശ്യം ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ ന്യായപാലകനായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം കൊണ്ട് തന്നെ ദാവീദിന് ഉറപ്പുണ്ട്, അവൻ ദാവീദായിരിക്കുന്ന സാഹചര്യത്തിലെല്ലാം ദൈവത്തിന്റെ ന്യായപാലനം വെളിപ്പെടും. ഇന്ന് പകൽക്കാലവും അവൻ പലവിധമാകുന്ന പ്രതിസന്ധിയിലൂടെ, പോരാട്ടത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയപ്പോ അവൻ അതിനകത്തെല്ലാം വിഷയങ്ങൾ ദൈവം പരിഹരിച്ച് തന്നെങ്കിൽ ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ ജീവിതത്തിനകത്തെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം വിഷയങ്ങളെ പരിഹരിച്ച് നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലമോ അവരുടെ വിഷയങ്ങളെ പരിഹരിച്ച് തരുവാ, ന്യായം പാലിച്ചു തരുവാ, അന്ന് പരിഹാരം നിർത്തി ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് വിശ്വസിന് വിട്ട് പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം yesterday and today and forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ദൈവമാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ സ്ത്രീകൾക്കെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. വ്യക്തമായി ശ്രദ്ധിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകും. അവൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തിയെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവന് ആ സഹായത്തിന്റെ വാക്കുകളെ മാറ്റുവാൻ കഴിയും. പക്ഷേ നമ്മുടെ ദൈവത്തിന്റെ ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. അവനാദി കാലത്തിൽ ഹല്ലേലൂയ തന്റെ ഹൃദയത്തിനകത്ത്, തന്റെ പദ്ധതിക്കകത്ത് എന്തൊക്കെയാണോ വെച്ചിരിക്കുന്നത് ആ പദ്ധതി തികയ്ക്കുവോളം മാറ്റമില്ലാതെ നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് ഈ ഫേസ്ബുക്കിൽ ലൈവിലൂടെ ഞങ്ങളുടെ വിശുദ്ധ സഹായത്തിന് ശ്രദ്ധിക്കുമ്പോൾ എത്ര പേർ ദൈവത്തോട് പറയും, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നീ മാറ്റമില്ലാത്തവനായി, ന്യായം പാലനം ചെയ്യുന്ന കർത്താവായി ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, വേദനപ്പെട്ടു പോകരുത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങളെ വരുത്തുന്നവനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ട് അവൻ ദൈവം മാറ്റം അവൻ കൂടാത്തവനാണ്. ഹല്ലേലൂയ. അവൻ എങ്ങനെയായിരിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഉലക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശു നമ്മെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ആവേശം വെറുതെ ഒന്നുമല്ല നമ്മള് യേശുവിനെ കർത്താവ് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞത്. വെറുതെ ഒന്നുമല്ല പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രാമേശ്വരം ജലത്തിൽ മുങ്ങി അവൻ രാമേശ്വരം ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉലക സ്ഥാപനത്തിന് മുമ്പേ, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുയേശുവിലൂടെ ഒരു വലിയ തിരഞ്ഞെടുപ്പ്, വലിയൊരു ദൈവത്തിന്റെ പദ്ധതി, ആ ഒരു മുൻനിർണയം നമ്മുടെ ദൈവത്തിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ ആരുള്ളൂ? സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് എന്ത് തരണം? ന്യായപാലനം. പ്രിയരെ, അവൻ ദാവീദിന്റെ ജീവിതത്തിൽ ന്യായപാലനം കഴിഞ്ഞ നാളുകൾ ചെയ്തെങ്കിൽ ഇനിയും ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ന്യായപാലനം ചെയ്യുകയില്ലയോ?
നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ന്യായപാലനം ചെയ്തെങ്കിൽ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ന്യായപാലനം ചെയ്യുകയില്ലയോ? നിശ്ചയം ദൈവം ന്യായപാലനം ചെയ്യും. ദൈവം ന്യായം പാലിച്ചു തരും. യഹോവ എനിക്ക് ന്യായം പാലിച്ചു തരണമെന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തീർന്നില്ല, അവൻ ഇങ്ങനെ തന്റെ അവസ്ഥയെ പറയുന്നു. അവസ്ഥ മറ്റൊന്നുമല്ല, ഞാൻ നിഷ്കളങ്കതയിൽ, ഏത് നിഷ്കളങ്കത അറിയാമോ? ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ഏതൊരു ദൈവമൈതനും ദൈവത്തോട് ന്യായപാലനത്തിനെ അപേക്ഷിക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതത്തിനുള്ള ക്വാളിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുവാൻ സാധിക്കണം. അവൻ പലരും ദൈവത്തിനുള്ള അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചിട്ട് ആ നന്മയും അനുഗ്രഹങ്ങളും മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് എന്നെ ദൈവം അനുഗ്രഹിച്ചു, എന്നെ ദൈവം ഉയർത്തി, എന്നെ ദൈവം മാനിച്ചു എന്ന് പറഞ്ഞ് വലിയ പെരുപ്പം കാണിക്കാനല്ലാതെ മറ്റൊന്നിനും എന്ത് ചെയ്യുന്നില്ല, അവരതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷേ അവൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം വിശുദ്ധിയുടെ ദൈവം ഒന്ന് തെളിയിക്കപ്പെടണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോ നന്മകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കുന്ന ദൈവം എന്ന് മാത്രമല്ല, നന്മകളിലൂടെ നമ്മെ തന്റെ വിശുദ്ധിയിൽ നടത്തുക, തന്റെ പദ്ധതിയിൽ നടത്തുക ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുമ്പോ, ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുമ്പോ നാം ഒരിക്കലും ദൈവത്തിന്റെ വഴിവിട്ട് ഇളകി മാറി പോകരുത്. ഇത് പറയുന്നത്, ദൈവമേ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, കളങ്കമില്ലാത്ത ജീവിതത്തിന്റെ ഉടമസ്ഥനായി ദാവീദ് ജീവിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭയാരാധന ഞങ്ങൾ ഈ ഹോളിൽ കൂടുമ്പോ, അവൻ ലൈവിലൂടെ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ, ഈ വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം ഈ ഏപ്രിൽ മാസം ആദ്യത്തെ ഞായറാഴ്ച പരിശുദ്ധിയൊന്നും ഇടപെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ നിഷ്കളങ്കതയിലാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത്? പ്രിയരെ, മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് പലതും മറച്ചു വെക്കുവാൻ കഴിയും. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം സകലതും അവന്റെ മുമ്പിൽ നല്ലതും വലതുമായി കിടക്കുന്നു. ദാവീദ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് പാതാളത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ശവണഭൂമി അവൻ കിടക്കുന്ന ചില നിന്റെ കണ്ണ് അവിടെ ഇരിക്കുക, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഭൂമിയുടെ അതോ ഭാഗത്തൊക്കെ പോകാൻ താല്പര്യം. പക്ഷേ നിന്റെ കണ്ണ് ഒഴിച്ചിനി കൊണ്ടത്ത് പോകാൻ പറ്റത്തില്ല. നിന്റെ ദൃഷ്ടി എപ്പോൾ എന്റെ മേലിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയരെ, ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലിരിക്കുന്നത് കൊണ്ട് പ്രിയരെ, നിഷ്കളങ്കതയിൽ നടക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നേരോടെ നടക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, പാട്ട് വേറൊന്നുമല്ല, പാവനാം പട്ടണത്തിൽ ആരും കിടക്കും. സ്തോത്രം, ചോദ്യമാണ്. അവൻ പാട്ടിങ്ങനെ പാടുന്നത്, പവനാം പട്ടണത്തിൽ ആരും കടന്നിടും. അതിന്റെ മറുപടി എന്താണെന്നറിയാമോ? പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ, പാവനാമ പട്ടണത്തിൽ ആരും കടന്നിടും. പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. തീർന്നില്ല, നിധിയായി നടന്നും നേ പറഞ്ഞു മണ്ണിൽ ആധിപത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ. ഓ, നീതിയായി നടന്നും നേ പറഞ്ഞു മണ്ണിൽ ആധിപത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പ്രിയരെ, അവൻ അല്പകാലത്തേക്കുള്ള വാസമായി ഭൂമിയിലെ വാസം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചാൽ, ദൈവിക നന്മകൾ നമ്മൾ പ്രാപിച്ചാൽ, ദൈവിക ഉയർച്ചകൾ നമ്മൾ എത്രത്തോളം പ്രാപിച്ചാൽ, അവൻ നമുക്ക് മുകളിലേക്ക് പോകണമെന്നുള്ള ഒരു പ്രത്യാശ അകത്തുള്ളത് കൊണ്ട് നിശ്ചയം നാം നിഷ്കളങ്കതയിൽ നടന്നേ പറ്റത്തുള്ളൂ. ദാവീദ് പറയുന്നു, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. നിഷ്കളങ്കതയിൽ നടക്കുന്നില്ലെന്ന് പറഞ്ഞു, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യം ദൈവത്തോട് പറയാൻ കഴിയുമോ? ഒരു പ്രാർത്ഥന വിഷയമാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ദൈവമേ, ഞാൻ നിഷ്കളങ്കതയിൽ അവൻ നടക്കുന്നു.
തീർന്നില്ല. ദാവീദ് പറയുന്നുണ്ട്, ഇളകാതെ യഹോവയെ ആശ്രയിക്കും, ഇളക്കമില്ലാത്ത ദൈവത്തിനെ ആശ്രയിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം അവൻ നിന്നെ ഇളക്കുമെന്ന് പൈശാചിക മേഖലയാകട്ടെ മാനുഷിക മേഖലയാകട്ടെ വലിയ വെല്ലുവിളിയും വലിയ പ്രതിസന്ധിയും ഒക്കെ അടിച്ചുവിട്ട നിനക്ക് വിരുദ്ധമായി, നിന്റെ കുടുംബത്തിന് വിരുദ്ധമായി, ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി, സഭയ്ക്ക് വിരുദ്ധമായി ഒക്കെ പ്ലാനിങ് പദ്ധതിയും മെനഞ്ഞാലോ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് നിനക്ക് പറയാൻ പറ്റുമോ, ഞാൻ യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. എങ്ങനെയെന്നറിയാമോ? ഇളകാതെ ഞാൻ യഹോവയിൽ ആശ്രയിക്കാം. അവൻ ഇളകാതെ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ അവൻ ദൈവത്തിൽ നീ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കണം. പുതിയ നിയമത്തിൽ അടിസ്ഥാനപരമായി യേശു കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു. സ്തോത്രം. ആ കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. ക്രിസ്തു യേശുവിൽ നിങ്ങൾ അടിസ്ഥാനമിട്ടവരായിരിക്കണം. അഥവാ പാറമേൽ നിങ്ങൾ അടിസ്ഥാനമിട്ടവരായിരിക്കാം. അഥവാ ഉറപ്പുള്ളതിന്റെ മേൽ അടിസ്ഥാനമിട്ടവരായിരിക്കണം. രണ്ടും മനുഷ്യർ അവൻ വീട് പണിത്. ഒരുത്തൻ ബുദ്ധിയുള്ളവനെന്ന്, ഒരുത്തൻ ബുദ്ധിയില്ലാത്തവനെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവൻ ഭയങ്കരമായ ഒരു പണി ചെയ്തു. അത് മണലിനകത്ത് കുഴിച്ചു വെച്ചുകൊണ്ട് വീടവൻ പണിത്. പക്ഷേ അവൻ ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനത്തിൽ മേൽ വീട് പണിത്. രണ്ട് വീടിന്റെ നേരെ പ്രതികൂലം ഒരുപോലെ കടന്നു വന്നു. പക്ഷേ ബുദ്ധിയില്ലാതെ മണലിന്മേൽ പെട്ടെന്ന് പണിതവന്റെ വീട് തകർന്നുപോയി. പക്ഷേ അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് പണിതവന്റെ വീട് നിലനിർന്നു. അവൻ യേശു കർത്താവ് പറഞ്ഞു, അവൻ എന്റെ വചനം കേട്ട് ആ വചനം അതുപോലെ അനുസരിക്കുന്നവരല്ല, അതുപോലെ ചെയ്യുന്നവരല്ല, പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യമാണ്. നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സുലഭമാണ്. ആലയത്തിൽ പോകുമ്പോൾ നാം ദൈവവചനം കേൾക്കും. ഫേസ്ബുക്കിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. യൂട്യൂബ്, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. പ്രിയരെ, കേൾക്കുന്ന വചനപ്രകാരം നാം ജീവിക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ ഉറപ്പാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കർത്താവ് നമുക്ക് പൊഴിച്ചു തരുന്നതിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് വചനപ്രകാരം ജീവിച്ച് നീതിയായി നടന്ന് നേർപ്പറഞ്ഞു മണ്ണിൽ ആധിപത്യമുള്ള മണവാട്ടിയായി ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിൽ അവൻ പഠിപ്പിക്കുന്നു. ഗംഭീരമാനത്തോട് ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ അവൻ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നതാമോ രൂപാന്തരപ്പെട്ട ആകാശങ്ങൾ മേഘത്തിൽ അവൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര ദൈവത്തിന്റെ സന്തോഷമാണ്. ഇതൊരു വലിയ ദൈവത്തിലുള്ള ആനന്ദമാണ്. അതുകൊണ്ട് ദാവീദ് ഞാൻ ഇളകാതെ യഹോവയിൽ എന്ത് ചെയ്തിരിക്കുക? ആശ്രയം വെച്ചിരിക്കുക. എന്ന് പകൽക്കാലം ഇളകാതെ ദൈവത്തിൽ ആശ്രയം വെക്കാൻ എത്ര പേർ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു? തീർത്തില്ല. 26-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ദാവീദ് പറയുന്നു. വായിച്ചേ വേഗത്തിൽ. യഹോവയെ എന്നെ ഒന്ന് പരീക്ഷിക്കണം. പരീക്ഷിച്ച് എന്ത് ചെയ്യണം? ശോധന ചെയ്യണമേ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാൻ പറ്റും, ദൈവമേ എന്നെ ഒന്ന് പരീക്ഷിക്കണമേ. സ്തോത്രം. എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം, ദൈവത്തോട് പരീക്ഷ ചോദിച്ചു വാങ്ങിക്കുക, ശോധന ചോദിച്ചു വാങ്ങിക്കുക. കാരണം എന്തെന്നറിയാമോ? ഈ മനുഷ്യന്റെ നീതി വേണം, ഈ മനുഷ്യന് ന്യായം വേണം. സ്തോത്രം. ദൈവം നീതിയും ന്യായവും നടത്തണമെങ്കിൽ നിഷ്കളങ്കത വേണമെന്ന്, നേര് വേണമെന്നും സ്തോത്രം ദാവീദിന് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ട് ദൈവത്തോട് പറയും, ദൈവമേ എന്നെ ഒന്ന് പരീക്ഷിക്കണം, എന്നെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. പ്രിയരേ, നമുക്ക് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസിയുടെ പിതാവായ അബ്രഹാം, ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം ചിലത് പരീക്ഷിച്ചു. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. തലമുറയില്ലാതിരുന്നു. അവൻ തലമുറ ദൈവം കൊടുത്തു. ദൈവം പറഞ്ഞ നിഷ്കളങ്കനായി നേരിലുള്ളവൻ എന്റെ മുമ്പിൽ നടന്ന അവൻ നിനക്ക് ഞാൻ സന്തതി തരും. ഒരിക്കൽ തന്റെ ഹല്ലേലൂയ കരിസ്തനായ വ്യക്തിയെ ദമ്മശക്തനായ എലയാസിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇവനായിരിക്കുമോ എന്റെ അവകാശം? പക്ഷെ ദൈവം അവകാശം കൊടുത്തു. ഹല്ലേലൂയ. അവകാശം കൊടുത്തു. ഒരു സഹാക്കിന് ദൈവം നൽകി കൊടുത്തു. വാഗ്ദത്ത പുത്രൻ പുറത്തു വന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വമൊക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നീ സ്നേഹിക്കുന്ന നിന്റെ ഈ മകനെ അവന് യാഗം കഴിക്കണം. ഹല്ലേലൂയ. ഇത് ദൈവം പരീക്ഷയാൽ അവൻ ചോദിച്ചതാണ്. ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം. ഹല്ലേലൂയ. എടുക്കുന്നവൻ വേഗത്തിൽ വായിച്ചു. ദൈവം പരീക്ഷിച്ചു. സ്തോത്രം. അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരീക്ഷ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പരീക്ഷ എന്ന് പറയുന്നത് സ്തോത്രം ഭയങ്കരമാണ്. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതാൽ
അബ്രഹാമേ എന്ന് വിളിച്ചതിന് അടിയൻ ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ ദൈവം എന്റെ മകനെ സ്നേഹിക്കുന്നതിന്റെ ഏകജാതൻ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ ഇതിനോട് പറയുന്ന മലയിൽ പോയി എന്ത് ചെയ്യണം? ഹോമയാഗം കഴിക്കണം. ഹോമയാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, വെണ്ണീരായിത്തീരുന്ന, എല്ലാം ചുട്ട് ചാമ്പലായിത്തീരുന്ന, ഒരു ചാരം പോലും ശേഷിക്കാതെ അവൻ മുഴുവനും ദഹിക്കുന്ന ഒരു ഹോമയാഗം നടത്തേണ്ടതിന്, അവൻ സ്നേഹിക്കുന്ന മകനെ ഹോമയാഗം നടത്തേണ്ടതിന് ദൈവം അവൻ അബ്രഹാമിനെ പരീക്ഷിച്ച് സംസാരിക്കുമ്പോൾ ആ പരീക്ഷയ്ക്കകത്ത് ഈ മനുഷ്യൻ ഹല്ലേലൂയ തന്റെ മകനുമായി രാവിലെ പുറപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറവുമായി സ്തോത്രം. തീരുമായി കത്തിയുമായി മനുഷ്യൻ പുറപ്പെടുകയാണ്. ചില വ്യക്തികൾ തന്റെ ഉറപ്പം കൂടെ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ സ്തോത്രം അല്പസമയം മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ അനുഗമിക്കുന്നുണ്ട്. പറഞ്ഞു ഞാനും പൈതലുമായി യാഗങ്ങളിൽ പങ്കെടുക്കുക. സ്തോത്രം. നിങ്ങളിവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ അബ്രഹാമിന്റെ അവൻ പരീക്ഷ. ഹല്ലേലൂയ. പരീക്ഷയുടെ നടുവിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. താൻ അവൻ മലയുടെ മുകളിലേക്ക് ചെന്ന്, മോറിയ മലയുടെ മുകളിലേക്ക് ചെന്ന് പൈതലിനെ ആമേ യാഗം കഴിക്കുന്ന സംവിധാനം ഒരുക്കി. ആമേ സ്തോത്രം. അവന്റെ കയ്യിൽ കെട്ടി അവൻ യാഗവസ്തുവിനെ എങ്ങനെ നിലവാരങ്ങളിലെ കിടത്തി ആ നിലവാരങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വന്തം ബാലന്റെ മേൽ കൈവയ്ക്കുവാൻ കത്തിയോകുമ്പോ സ്വന്തം കത്തി അവൻ തന്റെ പൈതന്റെ അവൻ കഴുത്ത് കണ്ണിക്കുന്ന അനുഭവത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കത്തിയുടെ കഴുത്തിനിടയിൽ ഒരു ശബ്ദമുയർന്നു. അബ്രഹാമേ ഹല്ലേലൂയ, എന്ത് ചെയ്യരുത്? ബാലന്റെ മേൽ നീ കൈവയ്ക്കരുത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോ ആ പരീക്ഷ അവൻ തികഞ്ഞു വന്നു. അവൻ കൊള്ളാവുന്നതിനെ വന്നു. ഹല്ലേലൂയ. അവനെ ശോധന ചെയ്തപ്പോ, അവനെ പരീക്ഷിച്ചപ്പോ, ഹല്ലേലൂയ, അവന്റെ അന്തരംഗവും അവന്റെ ഹൃദയവും പരിശോധിച്ചപ്പോൾ അതിനകത്ത് സത്യമുണ്ട്, നിഷ്കളങ്കതയുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം അബ്രഹാമിന് വേണ്ടി അവന്റെ ആട്ടിൻകുട്ടിയെ കരുതിയിരുന്നു. ഹല്ലേലൂയ. അതവിടെ കടക്കുക, അപ്പുറത്ത് ഉൾപ്പടത്തിൽ കുരുങ്ങി കിടക്കുക. ഹല്ലേലൂയ. അബ്രഹാം തലമുക്ക് നോക്കി. ആ സ്തോത്രം ഒന്ന് വായിച്ച് വേഗത്തിൽ വായിക്കാം. അബ്രഹാം തലമുക്ക് നോക്കിയപ്പോൾ ആട്ടുകൊറ്റൻ കൊമ്പ് അവൻ കുരുങ്ങി കിടക്കുക. വായിച്ചു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു. എന്റെ മകന് ഹോമയാഗം കഴിച്ചു. നോക്കണമേ, ദൈവം പരീക്ഷിപ്പാൻ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അവൻ ദൈവം പരീക്ഷിച്ചപ്പോൾ നിഷ്കളങ്കനെന്ന് ദൈവത്തിന് മനസ്സിലായി. ദൈവത്തിന്റെ കരുതൽ അവൻ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, കരയുമ്പോൾ ദൈവം നമ്മളെ പരിശോധിക്കുന്ന നിഷ്കളങ്കതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിഷ്കളങ്കതയിലൂടെ നാം സഞ്ചരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഉറപ്പോടെ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകി തരും. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകി തരും. പ്രിയരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ആ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചു. ഇന്ന് പകൽ ദൈവം നിന്നെ പരീക്ഷിച്ചാൽ ആ പരീക്ഷയിൽ നീ ജയിക്കുമോ? ആ പരിശോധനയിൽ നീ ജയിക്കുമോ? ആ പരിശോധന നീ തകരുമോ? അതോ പൊന്നുപോലെ നീ പുറത്തു വരുമോ? ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്ന പരിശോധനയിൽ പൊന്നെ പോലെ തിളങ്ങി നീ പുറത്തു വരണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് കേൾക്കുന്ന ആമേ സ്തോത്രം ദൈവങ്ങളോട് സംസാരിക്കുന്നു. ആമേ ഫേസ്ബുക്കിൽ കാണുന്നവരുടെ സഭയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ദൈവം നിന്നെ പരീക്ഷിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആമേ അനുഗ്രഹത്തോടെ പുറത്തു വരണം. പൊന്നുപോലെ ഇന്ന് പകൽക്കാലം പുറത്തു വരണം. സ്തോത്രം. ദാവീദ് പറഞ്ഞ യഹോവനെ പരീക്ഷിക്കണം, എന്നെ ശോധന ചെയ്യണം, എന്റെ അന്തരംഗ ഹൃദയവും പരിശോധിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവമായി ഏൽപ്പിച്ചു കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. തീർന്നില്ല. ദാവീദിന് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി നോക്കുമ്പോ ദാവീദ് ദൈവത്തിന് മഹത്വം കൊടുത്തി. ആ മഹത്വം കൊടുത്തുകൊണ്ട് 26:11 മുതൽ ദാവീദ് എഴുതി, ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ വായിച്ചോ. ഞാനോ എന്റെ നിഷ്കളങ്കയിൽ നടക്കും. കണ്ടോ സ്തോത്രം. എന്റെ വീട്ടിലെത്തനോട് കൃപ ചെയ്യണമേ. കർത്താവ്, ഞാൻ നിഷ്കളങ്കയിൽ നടക്കും. നീ എന്നെ പരീക്ഷിച്ചല്ലോ. നീ എന്നെ നിഷ്കളങ്കതയിൽ നടക്കുന്ന നിനക്ക് മനസ്സിലാണെങ്കിലും ഇനി ആ ഒരു സാക്ഷ്യം കൊണ്ട് മാത്രം നിലനിൽക്കുകയല്ല കർത്താവ്. പിന്നെയും നിഷ്കളങ്കയിൽ നടക്കുക. ഇതാ എന്നെ സമർപ്പിച്ച് ഞാൻ നിഷ്കളങ്കയിൽ നടക്കും. എന്റെ വീട്ടിലെത്തനോട് കൃപ ചെയ്യണമേ. 19 വാക്യം വായിച്ചു നിർത്തട്ടെ. എന്റെ കാലിൽ സമനിലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. ഹല്ലേലൂയ. പ്രിയരേ, ദൈവത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തരുമ്പോൾ നന്മ തരുമ്പോ പ്രിയ സഭയെ
ദൈവം അനുഗ്രഹം തരുമ്പോൾ, ദൈവം നന്മ തരുമ്പോ, ദൈവം ഒരു ഉയർച്ച തരുമ്പോ, ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ദൂത് കൈമാറട്ടെ. സ്തോത്രം. നിന്റെ ആമേ സ്തോത്രം കാലനെ സമതലത്താണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. നീ സഭയിലാണോ? നീ സഭകളിലാണോ? യഹോവയെ വാഴ്ത്തുന്നത്. അതോ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, നന്മ പ്രാപിക്കുമ്പോൾ, വിടുതൽ ലഭിക്കുമ്പോൾ, അവൻ ശുശ്രൂഷ അവൻ സ്വസ്ഥത ലഭിക്കുമ്പോൾ, നന്മ ലഭിക്കുമ്പോൾ, അവൻ ഉയർച്ച ലഭിക്കുമ്പോൾ, ഹല്ലേലൂയ. പാട്ടും പ്രാർത്ഥനയും ആരാധനയൊന്നും എനിക്ക് വേണ്ട. അവൻ എനിക്ക് ടൈമില്ല പാസ്റ്ററെ, എനിക്ക് സമയമില്ല ബ്രദറെ, എനിക്ക് സമയമില്ല സിസ്റ്ററെ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കാലം എങ്ങോട്ടാ പോകുന്നത്? ഞായറാഴ്ച ദൈവത്തെ പ്രാർത്ഥിച്ചാലുന്ന സമയത്ത് അവൻ നീ കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുവാനാണ് പോകാൻ നീ ആഗ്രഹിക്കുന്നത്. അതോ അവൻ സഭയാനിരുന്ന് ദൈവത്തെ സ്തുതിച്ച് ആത്മീയ ഭോജനം ഭക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കുവാനാണോ എന്ന് പകൽക്കാലം നീ താല്പര്യം? നിന്റെ താല്പര്യം എന്താണ്? നിന്റെ താല്പര്യം അനുസരിച്ച് ദൈവം നിന്നെ വിടുവിപ്പണ്ടായി. നിന്റെ തീരുമാനം എന്താണ്? നിന്റെ തീരുമാനം അനുസരിച്ച് ദൈവം പ്രവർത്തിപ്പണ്ടായി. 26 സങ്കീർത്തനം മുഴുവൻ ദാവീദിനെ ദൈവം ശോധന ചെയ്തു, പരീക്ഷിച്ചു. അവൻ ദാവീദിനെ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ദൈവം അയച്ചു. അവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ കാലിൽ ഇനി സമാധാനത്തിൽ നിന്ന് സഭകളിൽ ഞാൻ വാഴ്ത്തും. ഇനി എനിക്ക് സഭകളിൽ ദൈവത്തെ വാഴ്ത്തുകൊണ്ട് പ്രിയരെ, ദൈവം നിന്നെ അനുഗ്രഹിച്ച, ദൈവം നിനക്ക് വിടുതൽ തന്ന, നിന്റെ രോഗ കിടക്കയിൽ നിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച, സത്യവചനത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധിയുടെ ഉപദേശത്തിന് വേണ്ടി ദൈവവചനപ്രകാരം മുന്നിൽ ജീവിച്ച, ദൈവവചനപ്രകാരം ജീവിക്കുന്ന സഭകളിൽ ഞാൻ എന്റെ സാക്ഷി പറയുക. എന്റെ രോഗക്കിടക്ക് എന്നെ മാറ്റി തിരിച്ച ദൈവത്തെ പറ്റി അവൻ സാക്ഷി പറയുമെന്ന് എത്ര പറയുന്ന പകൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞ ദൈവം ഭാഗ്യം സമർപ്പിച്ചു കൊടുക്കുക. സഭകളിലെ പകൽക്കാലങ്ങൾ വിടുതൽ നൽകുവാൻ ദൈവം മതിയായ ദൈവമാണ്. അത്ഭുതം ചെയ്യുവാൻ ദൈവം മതിയായ ദൈവമാണ്. ദൈവം ആഗ്രഹിക്കുന്നു സഭകളിൽ അവനെ വാഴ്ത്തുമോ, ദൈവമാകുന്ന സമർപ്പിക്കാമോ? എല്ലാ ദൈവങ്ങളും കർത്താവ് ശ്രദ്ധിക്കപ്പെടുത്തേ. വാക്കുകൾ മൂലം അവർ കർത്താവിനെ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു വിടുതൽ ചെയ്യുന്ന ദൈവം, ഒരു സമൃദ്ധി നൽകുന്ന ദൈവം, ഒരു അനുഗ്രഹം നൽകുന്ന ദൈവം ഇന്ന് പകലിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ ദിവസവും എഴുന്നേറ്റുന്നുണ്ട്. ഹല്ലേലൂയ. സഭയെല്ലാവരും സഭയായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഭാഗ്യം കണ്ണുകളടച്ച് നമ്മൾ ഓൺലൈൻ കാണുന്നവരെ ദൈവഭാഗ്യം സമർപ്പിച്ച് ദൈവം കാര്യങ്ങൾ ചെയ്തിട്ട് സഭകൾ ദൈവത്തെ വാഴ്ത്തുന്നത്, ദൈവത്തിന്റെ നിഷ്ഠ ദൈവം കൃപ ചെയ്ത് വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യേണ്ടതിന് ദൈവങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവത്തിന്റെ കൃപ നന്ദി കർത്താവേ. ദൈവത്തെ ചലിക്കുന്നതിനാണ് നന്ദി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവഭക്തന്റെ പകൽക്കാലം ശക്തമായി ഇറങ്ങി വരട്ടെ. ദൈവമെന്ന് പകൽക്കാലം ശക്തമായി ചലിച്ചു വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരാൻ പോകുക, നമ്മുടെ കർത്താവ് വേഗത്തിൽ വരാൻ പോകുക. ദൈവം വിടുതൽ ചെയ്യാൻ വേണ്ടി പോവുക. വളരെ പ്രത്യാശയോടെ മൽപ്രിയനെ, എന്നെ ശുദ്ധായികളെ എപ്പോഴാണ് വരുന്നതെന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടെ പകൽക്കാലം ദൈവത്തിലേക്ക് സമർപ്പിച്ച ആമേ നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാമോ, ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. Yes,
Oh, Shaka. Oh, Shaka. Oh, hallelujah. Jesus. ദൈവഭാഗ്യം നമുക്കത് സമർപ്പിക്കാം. ദൈവസംഘം അനുഭവിച്ച ദൈവത്തിന് നന്ദി പറയാമോ? Hallelujah. Hallelujah. നമ്മെ സഹായിക്കുന്ന ദൈവം, നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ. Praise the Lord. Hallelujah. ഇത്രത്തോളം സഹായിച്ച കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. പ്രാരംഭ നിമിഷം ഈ സമയം വരെ ദൈവത്തിന്റെ സാന്നിധ്യവും കൂടെ ആമേശ്വര കർത്താവ് വളർച്ചയെന്ന് സ്തോത്രം ചെയ്യുക. സ്തോത്രം സ്തോത്രം ഞാൻ എത്രത്തോളം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം സ്തോത്രം ദൈവം കൊണ്ട് ദിനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുക. ഈ ശുശ്രൂഷ മുഴുവൻ മകത്വത്തിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം പിതാവ് ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം പുത്രനായി ക്രിസ്തുവിനായി സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹപ്രദമായിരിക്കുന്നതല്ല ഈ സമയത്തിലാണ് നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ പരിശുദ്ധ പിതാവേ നമ്മുടെ സാന്നിധ്യം പകൽക്കാലം പകർന്ന് ഞങ്ങളെ സഹായിച്ചതിനാണ് നന്ദി പറയുന്നത് കർത്താവേ. നമ്മൾ പ്രാർത്ഥിച്ചാരംഭിച്ചാരാധനയുടെ ആരംഭം മുതൽ വർഷങ്ങൾ വരെ ദൈവസ്ഥാനം കൂടിയിരുന്ന ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ കൂടിയൊരിനെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. എല്ലാ കൂടിയൊരിനും അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ സകല തരത്തിലുള്ള സകല മീറ്റിംഗ് ദൈവം അനുഗ്രഹിക്കണമേ അപ്പ. ഇന്ത്യ പെന്തക്കോസ്ത് ഫെലോഷിപ്പ് ദൈവസഭയുടെ പ്രവർത്തന മേഖലകൾ, IPF എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തന മേഖലകൾ, ദൈവദാസ ശുശ്രൂഷ മേഖലകളെല്ലാം അനുഗ്രഹത്തോടെ കൃപ ചെയ്യണമെന്ന് വരുന്ന കർത്താവേ സ്തോത്രം. ദിവസങ്ങൾ വരുന്ന തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച നടക്കുന്ന ആമേശ്വരം ഞങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ ആമേശ്വരം സബ്സ്ക്രിപ്ഷൻ നടക്കുന്ന ആ VBS നടക്കുന്ന മീറ്റിംഗ് ഓർഡറുകളുമായി കുഞ്ഞുങ്ങളെ കൊണ്ടുവരണമേ. ആത്മാക്കളെ കർത്താവ് നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാം നന്മ കൊണ്ട് നിറയ്ക്കും കർത്താവ് സഹായിക്കുക. കർത്താവേ സ്വന്തം സഭയിൽ കൂടിക്കുന്ന ജനത്തെ പിതാപുത്ര പരിശുദ്ധാത്മ ത്രിയേകദൈവം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ പിതാപുത്ര പരിശുദ്ധാത്മ ത്രിയേകദൈവം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കും എല്ലാ കൃപയ്ക്കും നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, അനുഗ്രഹിച്ചതിന് നന്ദി. എപ്പോഴും നമ്മുടെ പ്രിയ സാഹചര്യം കൊണ്ടിരിക്കും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. അനുഗ്രഹത്തോടെ ഇപ്പോ പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ കൂട്ടായ്മ സംസ്കാരം നമ്മുടെ പ്രാർത്ഥനശാല വിഷയങ്ങളോടും ശുശ്രൂഷയിൽ സംബന്ധിച്ച സകല ദൈവങ്ങളോടും സകല ആവേശ വ്യക്തികളോടും സകല കുടുംബങ്ങളോട് ആവേശമാകട്ടെ. പിന്നെ തങ്കച്ചവന്റെ മറവിൽ എല്ലാവരും മറക്കട്ടെ. അതേ മറന്നു പോകരുത്. ദൈവത്തിന്റെ ന്യായമല്ല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ വേർപോടെ ജീവിച്ച് കർത്താവിന്റെ വരവിലേക്ക് നമുക്ക് എടുക്കപ്പെടാൻ നമ്മളെ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ